ഒരു ജൂതൻ, അയാളുടെ കൂടെ ഒരു നായയുണ്ട്. ആ നായയും പിടിച്ചിങ്ങനെ നടക്കുകയാണ്. فمر على إبراهيم بن أدهم رضي الله تعالى عنه മഹാനായ അല്ലാഹുവിന്റെ ആരിഫും വലിയുമായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തുകൂടെ നായയെ പിടിച്ചിങ്ങനെ കടന്നു പോകുന്ന ഒരു ജൂത ചെറുപ്പക്കാരൻ. എന്നിട്ട് ചോദിച്ചു, യാ ഇബ്രാഹിം, ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവരെ, അൽഹിയതുക ഖൈറുൻ അം ദനബു ഹാദൽ കൽബ്, നിങ്ങളുടെ താടിയാണോ എന്റെ നായയുടെ വാലാണോ ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചു. നമുക്ക് നല്ല എക്കോ ഉണ്ടോ? എക്കോ കൂടുതലാണോ? കേൾക്കാൻ പ്രയാസമുണ്ടോ? ചിലപ്പോൾ ഡിലേ കൊടുത്താൽ മതി. അൽഹിയതുക ഖൈറുൻ അം ദനബു ഹാദൽ കൽബ്, ഈ നായയുടെ വാലാണോ നിങ്ങളുടെ താടിയാണോ ഏറ്റവും നല്ലത്? അക്കരടങ്ങാറക്കം ചോദിക്കുന്ന ചോദ്യമാണതേ. ഇബ്രാഹിം അദ്ദേഹം തങ്ങളോടാ ചോദിക്കുന്നത്. ഇസ്ലാമിന്റെ മദ്രസയിൽ പഠിച്ചു വന്ന അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ചര്യ കണ്ടു പഠിച്ചിട്ടുള്ള ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു മറുപടി, ആഴമുള്ള ഒരു മറുപടി എന്താണെന്നറിയോ? ഇൻ കാനത് ലിഹിയതി ഫിൽ ജന്നഹ്, എന്റെ ഈ താടി നരകത്തിൽ നിന്ന് മോചിതമായി സ്വർഗത്തിലേക്ക് പോകുന്ന താടിയാണെങ്കിൽ ലഹിയ ഖൈറും മിൻ ദനബി കൽബിക്, നിങ്ങളുടെ നായയുടെ വാലിനേക്കാളും ഉത്തമമായത് എന്റെ താടി തന്നെയാണ്. ഫഇൻ ഹിയ ദഖലത്തിൻ നാർ, എന്റെ താടി നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്റെ താടിയേക്കാളും ഉത്തമമായത് നിങ്ങളുടെ നായയുടെ വാല് തന്നെ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഇതൊരു വലിയ വിഷയമാണ്. മറുപടിക്ക് മറുപടി, അതിന് മറുപടി, എങ്ങനെ സമയം കളയുന്നതിനൊക്കെ വലിയൊരു പരിഹാരമാണിത്. അസ്സുംതു ഖൈർ. എന്റെ ഈ താടി സ്വർഗത്തിലാണെങ്കിൽ നിങ്ങളുടെ നായയുടെ വാലിനേക്കാളും ഉത്തമം എന്റെ താടിയാണ്. ഈ താടി നരകത്തിലാണെങ്കിൽ അതിനേക്കാളും ഉത്തമം നിങ്ങളുടെ നായയുടെ വാല് തന്നെ. ഇതങ്ങ് പറഞ്ഞപ്പോഴാണ് ജൂതനായ മനുഷ്യൻ പറഞ്ഞത്, യാ ഇബ്രാഹിം അദ്ഹം എന്നവരെ, ഇതാണ് നിങ്ങളുടെ ദീനെങ്കിൽ, ഇസ്ലാമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജൂതൻ മുസ്ലിമായ സംഭവമാണിത്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകളെ നോവിച്ചുകൊണ്ട് പറഞ്ഞ ഒരാൾ, ആ ജൂതൻ മുസ്ലിമായത് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. ലാ തസ്തവി വലാ തസ്തവിൽ ഹസനതു വലസ് സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ജോർദാനിന്റെ മരുഭൂമിയിലൂടെ വഴിതെറ്റു വന്ന ഒരു പട്ടാളക്കാരൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു, ഐന ത്വരീഖു ഇലൽ ഉംറാൻ, നാട്ടുകാരൊക്കെ താമസിക്കുന്നിടത്തേക്കുള്ള വഴി ഏതാണെന്നറിയുമോ എന്ന് ചോദിച്ചു. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ജോർദാനിന്റെ മരുഭൂമികളിൽ ഒരുപാട് കാലം നടന്നിട്ടുണ്ട്, ഹൈറാനിയത്തായി നടന്നിട്ടുണ്ട്, വിലായത്തിന്റെ പദവിയിലേക്ക് എത്തുന്ന കാലം. ഈ മനുഷ്യൻ ചോദിച്ചു, ഐന ത്വരീഖ്, എവിടെയാണ് വഴി? ഈ പട്ടാളക്കാരൻ വഴിതെറ്റിയതാണ്. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പള്ളിക്കാട്ടിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ പള്ളിക്കാട് ഇതാണ് വഴി, മനുഷ്യന്മാരെ കാണാനല്ലേ, ഇവിടെതാ മനുഷ്യന്മാർ കിടക്കുന്നു. പട്ടാളക്കാരൻ ദേഷ്യം പിടിച്ചു. അയാൾക്കറിയില്ല ഇത് ഇബ്രാഹിം അദ്ഹം തങ്ങളാണെന്ന്. ഞാൻ ചോദിച്ചത് ഇലൽ ഉംറാൻ, മനുഷ്യന്മാർ താമസിക്കുന്നിടത്തേക്കുള്ള വഴിയാണ്, പള്ളിക്കാട്ടിലേക്കുള്ള വഴിയല്ല. ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, മനുഷ്യരെ പഠിക്കണമെങ്കിൽ മനുഷ്യർ ശരിക്കും താമസിക്കുന്ന ഇടം പള്ളിക്കാടാണല്ലോ, അതുകൊണ്ട് ആ ഒരു ആത്മീയമായ തലത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ദേ ഇവിടെ തന്നെയാണ്. ഒരടി കൊടുത്തു എന്ന് മാത്രമല്ല, മുഖത്ത് മുറിവായി പോയി ഇബ്രാഹിം അദ്ഹം തങ്ങളെ. മുറിവായ സമയത്തെ
നേരെ കൈയുയർത്തി ഇബ്രാഹിം അദ്ദേഹം തന്നെ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, പടച്ചവനെ ഈ പട്ടാളക്കാരനെ നീ സ്വർഗത്തിൽ കടത്തണേ. അത്ഭുതപ്പെട്ടു, റബ്ബേ എന്താ സംഗതി. വഴി ചോദിച്ചപ്പോ പള്ളിക്കാട്ടിലേക്ക് വഴി കാണിച്ചെന്ന് ദേഷ്യം പിടിച്ചിട്ട് ഏതോ ഒരു മജ്നൂനാണ്, ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞ് പട്ടാളക്കാരൻ നടന്ന് അദ്ദേഹം ടൗണിലെത്തിയ ആളുകളോട് കഥ പറഞ്ഞു. എങ്ങനെ നീ രക്ഷപ്പെട്ടത്? പറഞ്ഞ ഒരാളെ കണ്ടു, ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നൊരു അടി കൊടുത്തിട്ടുണ്ട്. ആളെങ്ങനെയുണ്ട്, എന്താ ശരീരരൂപം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നീ അടിച്ചത് ഇബ്രാഹിം അദ്ഹം എന്ന മഹാനായ ഒരു മനുഷ്യനെയാണ്. ചെന്ന് പൊരുത്തപ്പിടിക്ക്, ഓടിച്ചെല്ല് പൊരുത്തപ്പിടിക്ക്. ഇയാൾ ഓടിച്ചെന്നു, കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ ശൈഖി, എന്റെ ശൈഖവറുകളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം, പൊരുത്തപ്പെട്ടു തരണം, എനിക്ക് മാപ്പ് തരണം. അത് എന്റെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഞാൻ പൊരുത്തപ്പെട്ടു, ഞാനാണ് അന്ന് അടിച്ചത്. കൂടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ഇബ്രാഹിം തങ്ങളെ, ഇയാള് നിങ്ങൾ അടിച്ചപ്പോ നിങ്ങൾ ഇയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ടല്ലോ, ഇയാളെ സ്വർഗത്തിൽ കടത്തണേ, ഇങ്ങനെയുണ്ടോ ഒരു അടി തരുന്ന ആൾക്ക് വേണ്ടി സ്വർഗം കൊടുക്കണമെന്ന് വരയ്ക്കുന്നത്? അതെന്തേന്ന് ചോദിച്ചു. ശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച അൽ കലിമത്തു ത്വയ്യിബ, ഏറ്റവും നല്ല വചനങ്ങളുടെ ഉദാഹരണങ്ങളാണത്. മഹാനവറുകൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ അടിയേറ്റപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി, വല്ലാത്ത വേദന. മാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസബിൻ വലാ വസബിൻ, മുഅ്മിനായ മനുഷ്യന് ഏത് വേദനയോ പ്രയാസമോ വന്നാൽ അതിനൊക്കെ പകരം അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്നല്ലേ. ഈ മനുഷ്യന്റെ കഠിനമായ വേദനയുള്ള അടി കിട്ടിയപ്പോൾ അതിന് പകരം അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമ്പോൾ എനിക്ക് ഇയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് നരകമായി കൂടല്ലോ, അയാൾ കാരണമല്ലേ എനിക്ക് അല്ലാഹു പ്രതിഫലം തരാൻ കാരണമായത്, അതിന് പകരം ഇയാൾക്ക് സ്വർഗം കൊടുക്കണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അത്രയുള്ളൂ സംഗതി. ഇയാളുടെ അടി കാരണം എനിക്കല്ല കൂലി തരുന്നില്ലേ അടി കൊണ്ടതിന്, അപ്പൊ പിന്നെ തിരിച്ച് ഇയാൾക്കൊരു ഉപകാരം ചെയ്യണ്ടേ, സ്വർഗം കൊടുക്കു പടച്ചവനെ. സുബ്ഹാനല്ലാഹ്. അൽ കലിമത്തു ത്വയ്യിബ വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെയല്ല. ഖുർആൻ പറയുന്നു, വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തിന്മയുടെ ആധിക്യം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയാലും നന്മയും തിന്മയും ഒരുപോലെയല്ല. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. നന്മയും തിന്മയും ഒരുപോലെയല്ല. തിന്മ ചെയ്യുന്നവരോട് നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ. തിന്മ ഇങ്ങോട്ട് ചെയ്യുന്നവരോട് നന്മ കൊണ്ടാ പ്രതികരിക്കേണ്ടത്. അപ്പൊ തിന്മ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ടാകും, വിഷമിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും. എന്നാലും നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത്. ആക്ഷേപിക്കുന്നവരുണ്ടാകും, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയുന്നവരുണ്ടാകും. അതിനൊന്നും തുനിയാതെ നന്മ പറഞ്ഞു കൊടുക്കുക. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാൻ എന്ന അദ്ദേഹം മുസ്ലിമല്ല. അബൂ സുഫിയാൻ എന്നവർ വിളിച്ചു പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾ വളരെ പ്രയാസത്തിൽ കഴിയുന്ന നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പോലും, തങ്ങൾ വധിക്കപ്പെട്ടു എന്ന് പോലും കിംവദന്തി അവർ പറഞ്ഞു പരത്തിയ ഒരു നേരം അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അഫീകും മുഹമ്മദു, നിങ്ങളിൽ മുഹമ്മദ് നബിയുണ്ടോ? ശ്രദ്ധിക്കുന്നവരും ഉമർ റളിയല്ലാഹു അൻഹു അത് കേൾക്കുന്നുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, ആരും മറുപടി പറയണ്ട, ആരും മറുപടി പറയണ്ട. അബൂ സുഫിയാൻ പിന്നെയും വിളിച്ചു, ഹൽ ഫീകും അബൂബക്കറിൻ, നിങ്ങളിൽ അബൂബക്കർ ഉണ്ടോ? ശ്രദ്ധിക്കുന്നവരുണ്ടോ? നബി ഞങ്ങൾ പറഞ്ഞു, മറുപടി കൊടുക്കണ്ട. ഒന്നും പറഞ്ഞില്ല. പിന്നെ ചോദിച്ചു, നിങ്ങളിൽ ഉമറുണ്ടോ? ഒന്നും മറുപടി കൊടുത്തില്ല. മറുപടി കൊടുക്കുകയാണെങ്കിൽ വാ നിറയെ മറുപടി കൊടുക്കാൻ അവിടെ കഴിയുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഡ്ഢിക്ക് മറുപടി കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പഠിപ്പിക്കുകയാണ്. ഇദാ നതഖസ്സഫീഹു ഫലാ തുജിബ്ഹു ഫഖൈറും മിൻ ഇജാബതിഹി السكوت فإن كلمته فرجت عنه
വഇൻ ഖല്ലൈതഹു കമദൻ യമൂതു. വിഡ്ഢികളോട് മറുപടി പറയരുത് എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്ന് മഹാനവറുകളെ വല്ലാതെ ചീത്ത വിളിച്ചു, വല്ലാതെ ചീത്ത പറഞ്ഞു. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, റുദ്ദ ഹാദ സഫീഹ്, ഈ വിഡ്ഢിക്കൊന്ന് മറുപടി കൊടുക്കണമേ, ഒന്ന് മറുപടി കൊടുത്തേക്കിൻ. ഇയാൾ ഇങ്ങനെ പുലമ്പുന്നത് കണ്ടില്ലേ, ഒന്ന് മറുപടി പറഞ്ഞേക്കണം. അതിന് മറുപടി ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു കൊടുത്തത്, ഫഅൈന നഹ്നു മിൻ ഖൗലില്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിഡ്ഢികൾ വല്ലതും പറയുമ്പോൾ അവരോട് മറുപടി പറയാതെ പോകുന്നവരാണ് സത്യവിശ്വാസികൾ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. നമ്മളിതിന്റെ മറുപടി പറയാവതാണോ? മറുപടി പറയണ്ടാൻ. ഇമാമുന അഹ്മദ് റളിയല്ലാഹു തആല അൽ കലിമത്തു ത്വയ്യിബ, ഈ നല്ല വാക്കുകളാണ് ഒരുപാട് ആളുകളെ ദീനിലേക്ക് വരാനും ഇസ്ലാം പുൽകാനും കാരണമാകുന്നത്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന അവായിലിൽപ്പെട്ട സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സഫീറുദ് ദഅവ, സഫീറുദ് ദഅവതി ഇലൽ മദീനത്തിൽ മുനവ്വറ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് ദഅവത്തുമായി കടന്നു വന്ന സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം 20 കൊല്ലം ജീവിച്ചു, 30 കൊല്ലം, 60 കൊല്ലം, 70 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് ഒരാൾ താൻ കാരണം ഇസ്ലാമിലേക്ക് വരാൻ നിമിത്തമായില്ലെങ്കിൽ അതൊരു ദൗർഭാഗ്യമാണെന്നാണ്. ജീവിതം വേസ്റ്റായി പോയി എന്നതിനർത്ഥം. ഒരാളെ കൈപിടിച്ച് ദീനിലേക്ക് കൊണ്ടുവരാൻ, ദീൻ പറഞ്ഞു കൊടുക്കാൻ, നമുക്ക് ആളെ കൂട്ടാനല്ല, ഇത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ട ഒരു സംഗതി ഒരാൾ അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടായില്ലെങ്കിൽ അതൊരു ദൗർഭാഗ്യമാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിൽ കടന്നു വന്നത് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ്. ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവർ പിന്നീട് മുസ്ലിമായി കേട്ടോ. അന്നത്തെ ഏറ്റവും വലിയ ശത്രുവാണ്, നബിയുടെയും സ്വഹാബത്തിന്റെയും ദീനിന്റെയും ശത്രുവാണ്. മുസ്അബ് എന്നവരെ കണ്ടപ്പോ ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവർ പറഞ്ഞു, മുസ്അബേ, ജീവൻ വേണോ പോയിക്കോ, ഞങ്ങളോട് ഇസ്ലാമിനെ പറ്റി പറയരുത്, പുതിയൊരു മതത്തെക്കുറിച്ച് പറയരുത്, ഞങ്ങൾക്കതൊന്നും അറിയേണ്ടതില്ല. മുസ്അബേ, നീ എന്തെങ്കിലും പറഞ്ഞാൽ നീ വധിക്കപ്പെടും മുസ്അബേ, അതിൽ കുറഞ്ഞ മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് നിനക്ക് പകരം നൽകാനില്ല. മുസ്അബേ, മരണം വേണോ, ഇസ്ലാമിനെ പറ്റി പറഞ്ഞോളൂ. മുസ്അബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്, അവ തജ്ലിസു വതസ്മഉ. ഉസൈദ് ഇബ്നു ഹുദൈറെ, നിങ്ങളൊന്ന് ഇരുന്ന് കേൾക്കാനൊരുക്കമാണോ? ഇരുന്ന് കേൾക്കാനൊരുക്കാണോ? ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. അത് പറഞ്ഞപ്പോ ഒരു മയം തോന്നി. ഇരുന്ന് കേട്ടു നോക്കി, അല്ലെങ്കിൽ എടുത്തോളൂ, ഇല്ലെങ്കിൽ ഒഴിവായിക്കും. ഇരുന്നവിടെ മഹാനവറുകൾ അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. വതലാമിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഓതിക്കൊടുത്തു. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, ഉസൈദ് ഇബ്നു ഹുദൈർ എന്നവരുടെ മനസ്സിങ്ങനെ പിടക്കുകയാണ്. ചോദിച്ചു, മുസ്അബേ, ഈ മതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി എന്താണ്? വഴിയുണ്ട്, മറ്റൊന്നുമല്ല. ഇഗ്തസിൽ വതതഹർ, ശുദ്ധിയായിക്കോളൂ, കുളിച്ചു വന്നോളൂ, ഞാൻ ചൊല്ലിത്തരാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലുകയാണ് മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്തേ? വളരെ സൗമ്യമായി ആ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളൊന്ന് ഇരുന്ന് കേട്ടുനോക്കി, ഇഷ്ടമാണെങ്കിൽ സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. കേട്ടുനോക്കി. ആ ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന മഹാനായ സ്വഹാബി വിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി ഓതുന്നവരായിരുന്നുവല്ലോ. സ്വന്തം
കുഞ്ഞിനെ കിടത്തി തൊട്ടടുത്തൊരു കുതിരയെയും നിർത്തി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ഉസൈദ് ഇബ്നു ഹുദൈർ തങ്ങളുടെ മുമ്പിൽ കിടന്ന കുതിര ഇങ്ങനെ ചാടിയത് ആകാശത്തേക്ക് നോക്കിയിട്ട് 3 തവണ നോക്കി പുറത്തിറങ്ങി നോക്കുമ്പോഴല്ലേ ആകാശലോകത്തുനിന്നൊരു മേഘം താഴേക്ക് വന്നത്. അതിൽ ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ച പോലെ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞില്ലേ, നബിയേ ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു. തിൽക സകീന, അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന അല്ലാഹു നൽകുന്ന പ്രത്യേകമായ ശാന്തിയും സമാധാനവുമായിരുന്നു അത്. ഉസൈദേ, നിങ്ങൾ നേരം പുലരുന്നത് വരേക്കും ഓതുകയായിരുന്നെങ്കിൽ ലറആഹന്നാസു അയാന, ജനങ്ങൾക്ക് കണ്ണുകൊണ്ട് തന്നെ അത് നോക്കിക്കാണാൻ കഴിയുമായിരുന്നേനെ എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞ സുഹാബിയാണ് ഈ മുസ്ലിമായി വന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ദീനിന്റെ ദഅവത്ത് ചെയ്യുന്ന വലിയ സൗഭാഗ്യം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.